ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അധികം ബേക്കിംഗ് ടൂൾസ് ഒന്നും ഇല്ലാതെ തന്നെ ഒരു കിടിലം ചോക്ലേറ്റ് കേക്ക് നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഈ കേക്ക് കാണുമ്പോൾ നിങ്ങൾക്കറിയാം വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു കേക്കാണിത്. പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഏകദേശം 750 ഗ്രാം കേക്കാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. 3/4 കിലോ കേക്കാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. അതിന് വേണ്ടി ആദ്യം മൈദ എടുക്കുക. മൈദ എത്ര ക്വാണ്ടിറ്റി ആണെന്ന് വെച്ചാൽ 250 ഗ്രാം മൈദ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ഒന്ന് അരിച്ചെടുക്കുക. ആദ്യം തന്നെ ഞാൻ അങ്ങനെ ചെയ്യുകയാണ്. 2-3 തവണ അരിച്ചെടുക്കുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇത്. സെക്കൻഡ് സ്റ്റെപ്പ് അരിച്ചെടുക്കുന്നത് കൊക്കോ പൗഡർ ഇട്ടതിന് ശേഷം നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം, പക്ഷേ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടി ഞാൻ 2 സ്റ്റെപ്പായിട്ട് 4 തവണ അരിച്ചെടുക്കുന്നുണ്ട്. അടുത്തത് പഞ്ചസാര നമ്മൾക്ക് ആവശ്യത്തിന് പൊടിച്ച് മാറ്റി വെക്കുക. അതുപോലെ തന്നെ നമുക്ക് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ കൊക്കോ പൗഡറാണ് വേണ്ടത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന എല്ലാ സ്പൂണിനും ml ആണ് കണക്ക്. അപ്പോൾ അതിൻ്റെ ഗ്രാം വൈസ് നോക്കുവാണെങ്കിൽ 7 ഗ്രാമോളം ബേക്കിംഗ് പൗഡർ, അതിൻ്റെ നേരെ പകുതിയോളം ആണ് ഞാൻ ബേക്കിംഗ് സോഡ എടുത്തിരിക്കുന്നത്. കൊക്കോ പൗഡർ 25 ഗ്രാം കൊക്കോ പൗഡർ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതൊന്ന് 2-3 തവണ അരിച്ച് മാറ്റി വെക്കുക. വേറൊരു ബൗളിലേക്ക് 5 മുട്ട പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കുക. എഗ്ഗ് ഒരു 1 മുതൽ 2 മിനിറ്റ് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ ജസ്റ്റ് ഒരു കളറ് മാറുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. നമുക്ക് എത്ര ഷുഗറാണ്, ഇപ്പോൾ നന്നായിട്ട് ഷുഗർ വേണ്ടവരാണെങ്കിൽ നല്ല എമൗണ്ട് നമുക്ക് ചേർക്കാം. ഞാനിവിടെ അധികം ഷുഗർ ഇല്ലാത്ത രീതിയിലാണ് എടുത്തത്. ഇവിടെ വലിയ കേക്ക് ആയതുകൊണ്ട് തന്നെ 4 കപ്പ് പഞ്ചസാരയാണ്, പൗഡേർഡ് ഷുഗറാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അധികം പഞ്ചസാര വേണ്ടാത്തവർക്ക് ആണ് 4 കപ്പ്, അല്ലാത്തവർക്ക് 5 കപ്പ് ചേർത്ത് കൊടുക്കണം. അതിനോടൊപ്പം തന്നെ 125 ml നമ്മളുടെ വെജിറ്റബിൾ ഓയിൽ ആൻഡ് ഓൾസോ നമ്മളുടെ 5 ml വാനില എസൻസ് കൂടെ ഈ മുട്ടയിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബാറ്റർ പെതുക്കെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഒരു ബീറ്റർ ഉപയോഗിച്ച് വേണമെങ്കിൽ ഇത് പെതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതല്ല വിപ്പിങ്ങിൻ്റെ ജസ്റ്റ് ഒരു നമ്മളുടെ നോർമലായിട്ടുള്ള ഇതുണ്ടല്ലോ, അത് വെച്ചിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താലും മതി. എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് കംഫർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് പെതുക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് കുറച്ച് ബാറ്റർ ഇട്ടിട്ട് കൊടുക്കുന്ന ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ബാറ്റർ ഫുൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം ഈ ഒരു കളറും ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ ഏകദേശം കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ അധികം വാട്ടറി ആയിപ്പോകരുത്, വെള്ളമയം ആയിപ്പോകരുത്, ഭയങ്കര ഫ്ലോയി ആവരുത്, പിന്നെ ഏകദേശം ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റാത്തത്ര കട്ടിയാവരുത്. ഏകദേശം ഇങ്ങനെ ജസ്റ്റ് മൂവ് ചെയ്തെടുക്കത്തക്കമുള്ള കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. എന്നാലേ പെർഫെക്റ്റ് ബാറ്ററായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അടുത്തത് എനിക്ക് കേക്കിൻ്റെ ട്രേ ഇല്ല, അതുകൊണ്ട് തന്നെ ഒരു പാത്രം എടുക്കുക. അതിന് ഞാൻ കുറച്ച് ഗീ, ബട്ടർ പേപ്പർ ഒന്നും എൻ്റെ കയ്യിലില്ല. സോ ജസ്റ്റ് ഗീ ഇങ്ങനെ ഫുൾ സൈഡിലും താഴ്വശത്തും എല്ലാം ഞാൻ പരട്ടിയതിന് ശേഷം നമ്മളുടെ കേക്ക് ബാറ്റർ ഇതിലേക്ക് പെതുക്കെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓൾ ഒറ്റ സഡൻ കൊണ്ട് ഒഴിച്ചു കൊടുക്കണ്ട. ജസ്റ്റ് പെതുക്കെ നമുക്കൊന്ന് ലെയർ ചെയ്ത് ഇങ്ങനെ നമുക്ക് ഫുൾ പാത്രം ആക്കിയെടുക്കാവുന്നതാണ്. കേക്ക് ഒരു ഈവൻ ലെയർ ആവാൻ വേണ്ടി നമ്മൾ ആസ് യൂഷ്വൽ ഇത് ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റീം ചെയ്താണ് കേക്ക് എടുക്കുന്നത്. അതിന് ഒരു വലിയ പാത്രത്തിലേക്ക് അതിലൊരു തട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മളുടെ കേക്ക് ബാറ്റർ അതിലേക്ക് വെക്കാവുന്നതാണ്. ഏകദേശം എനിക്ക് ഈ ഒരു കേക്ക് വലിയ കേക്ക് ആയതുകൊണ്ട് തന്നെ ഏകദേശം 1 hourൽ കൂടുതൽ, 60 മിനിറ്റിൽ കൂടുതൽ എനിക്കിത് ബേക്ക് ചെയ്തെടുക്കേണ്ടി വന്നു. ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് നമുക്ക് 60 മിനിറ്റ്സ് വെയിറ്റ് ചെയ്താൽ ആദ്യം ഒരു 45 മിനിറ്റ്സിന് ശേഷം എനിക്ക് ഇങ്ങനെയാണ് കേക്ക് കിട്ടിയത്. അതുകൊണ്ട് ഞാനൊരു 15 മിനിറ്റ്സ് കൂടെ എക്സ്ട്രാ വേവിച്ചപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് എനിക്കിവിടെ കിട്ടിയത്. നല്ല സോഫ്റ്റാണ്, തൊട്ട് നോക്കുമ്പോൾ തന്നെ. ടേസ്റ്റ് നോക്കിയപ്പോഴും നല്ലതായിരുന്നു ആദ്യം തന്നെ. ഇനി നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സൈഡിൽ വേണമെങ്കിൽ നൈഫ് ഇട്ടിട്ട് ഒന്ന് അതിനെ ഒന്ന് ജസ്റ്റ് കറക്കി എടുക്കുവാണെങ്കിൽ അതിൻ്റെ സൈഡിൽ നിന്ന് പെട്ടെന്ന് വിട്ട് വരികയും ചെയ്യും. അത് അങ്ങനെ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് കേക്ക് പുറകിൽ നിന്ന് ഒന്ന് ജസ്റ്റ് പാറ്റ് ചെയ്ത് കൊടുത്താൽ തന്നെ കേക്ക് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ മുകളിലത്തെ ലെയർ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ മുകളിലത്തെ ആ ഒരു കട്ടിയുള്ള ലെയർ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കേക്ക് കട്ട് ചെയ്യുന്ന ടൂളും എൻ്റെ ഇല്ല. സോ ഞാനൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു നൈഫാണ് എടുത്തിരിക്കുന്നത് കട്ട് ചെയ്യാൻ. എന്നിട്ട് 3 ലെയറായിട്ടാണ് ഞാനിവിടെ കേക്ക് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈക്വൽ പീസസ് ആയിട്ട് 3 കട്ട് ചെയ്യും. ഒരു പരന്ന ഫ്ലാറ്റ് നൈഫാണെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അല്ലാതെ ആ ഒരു ടൂള് വേണമെന്നില്ല.
ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിപ്പിംഗ് ക്രീം, ഡെക്കറേഷന് വേണ്ടിയുള്ള വിപ്പിംഗ് ക്രീം നമ്മൾ എടുക്കുകയാണ്. ഞാനിവിടെ 125 ml ആദ്യം എടുത്തു, പക്ഷേങ്കിൽ അത് തികയില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം ഒരു അപ്രോക്സ് 175 ml വിപ്പിംഗ് ക്രീം എടുത്ത് ഈ ഒരു ബൗളും അതുപോലെ തന്നെ ഈ വിപ്പ് ചെയ്യുന്ന ഈ ഒരു സെറ്റും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. ഏകദേശം ഒരു 1 hour ഞാൻ വെച്ചു. അതിനുശേഷമാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് സ്വീറ്റ് ഉള്ള വിപ്പിംഗ് ക്രീമാണ്, സ്വീറ്റ്നർ വിപ്പിംഗ് ക്രീം എന്നാണ് ഇതിന് പറയുന്നത്. അതിനകത്ത് ഷുഗർ ഓൾറെഡി ഉണ്ട്, അത്യാവശ്യം ഷുഗർ നമുക്കുണ്ട്. ഭയങ്കരമായിട്ട് ഷുഗർ നമുക്ക് ആവശ്യമില്ലല്ലോ, സോ എക്സ്ട്രാ ഷുഗറൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് 2 കപ്പോളം ഷുഗർ ഇതിലേക്ക് പൗഡർഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നു. ഒരു 10 ml കൊക്കോ പൗഡർ, അത് 5 ഗ്രാമോളം കൊക്കോ പൗഡർ ഞാനിവിടെ ആഡ് ചെയ്തു. പെട്ടെന്ന് തന്നെ ഒരു 3-4 മിനിറ്റിനകം ബീറ്റ് ചെയ്തപ്പോൾ എനിക്കിങ്ങനെ സ്റ്റിഫ് പീക്സ് കിട്ടി. അപ്പം വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുക. ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് പൗഡേർഡ് ഇൻസ്റ്റൻറ്റ് കോഫി നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ ഒരു കോഫിയുടെ ഫ്ലേവർ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് കോഫി ഇവിടെ ആഡ് ചെയ്തായിരുന്നു. എന്നിട്ട് 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, നമുക്ക് ചോക്ലേറ്റ് ഇല്ലാതെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കൊക്കോ പൗഡർ ആഡ് ചെയ്യുക. ഞാൻ ഇനി റിമൈനിങ് ആയിട്ടുള്ള കൊക്കോ പൗഡറാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 10 ഗ്രാമോളം കൊക്കോ പൗഡറാണ് അതുള്ളത്. ആ ഒരു കൊക്കോ പൗഡർ ആഡ് ചെയ്തതിന് ശേഷം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഷുഗർ ആവശ്യത്തിൽ കൂടുതൽ ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ ആ ഒരു കോഫി പൗഡറിൻ്റെ അത്രയും തന്നെ പ്രൊപ്പോർഷനിൽ ഞാൻ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തു. പക്ഷേങ്കിൽ ഒരുപാട് ഷുഗർ ആവശ്യമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഏകദേശം 3 ഗ്രാമോളം ഞാൻ കോൺഫ്ലവർ ചേർത്ത്, നമ്മളുടെ ചോളപ്പൊടി കോൺഫ്ലവർ, ഇത് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയാണ് കോൺഫ്ലവർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള് ഉപ്പൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ ഈ പാല് ഇതിനകത്ത് ഡിസോൾവ് ചെയ്യുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഈ ഒരു വിസ്കർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എത്ര പാലുണ്ടോ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം 75 ml പാലാണ്. ഈ പാല് നമ്മൾ വെച്ചിട്ട് നമുക്ക് തിളപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് എത്ര ഒഴിച്ചാലും അത് കട്ടിയാവുന്ന വരെ നമുക്ക് ബോയിൽ ചെയ്തെടുത്താൽ മതി. ആ ഒരു അളവിന് നമുക്ക് പ്രശ്നം വരുന്നില്ല. നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ജസ്റ്റ് നമുക്ക് ഹീറ്റ് കൊടുത്തതിന് ശേഷം അത് നല്ലതോണം കട്ടിയായിട്ട് വരും. ഏകദേശം കട്ടിയാവുന്ന കൺസിസ്റ്റൻസി, ഒരുപാട് കട്ടിയായിട്ട് നമ്മൾ കൂൾ ചെയ്യാൻ വെക്കരുത്. കാരണം കൂൾ ചെയ്തതിന് ശേഷവും അവർ കുറേ ഇങ്ങനെ തിക്കനായി തുടങ്ങും. സോ ഏകദേശം ഒരു ഫ്ലോയി കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മൾ ഓഫ് ചെയ്യുക. ഈ ഒരു കൺസിസ്റ്റൻസി നമ്മൾ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ അതവർ ഇങ്ങനെ തന്നെ കട്ടിയാവും. ആ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ഗ്ലേസിങ്ങിന് വേണ്ടി കുറച്ച് ബട്ടർ കൂടി ഇതിനകത്ത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. നമ്മുടെ വിപ്പിംഗ് ക്രീം 30 മിനിറ്റിന് ശേഷം നമ്മൾ വെളിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. സോ നല്ല കട്ടിയായിട്ട് വരുന്നുണ്ട്, നല്ല ടേസ്റ്റുമാണ്. നമുക്കിനി ഇതിൻ്റെ ഡെക്കറേഷനിലേക്ക് കിടക്കാം. അതിന് വേണ്ടി ട്രെയിനകത്ത് കുറച്ച് വിപ്പിംഗ് ക്രീം താഴെ തൂത്തതിന് ശേഷം ഞാൻ ഫസ്റ്റ് ലെയർ ഓഫ് കേക്ക് വെച്ചു. അതിനുശേഷം ഇവിടെ ഒഴിക്കുന്നത് സാധാ ഷുഗർ സിറപ്പല്ല, ഇതിനകത്ത് കോഫി ഞാൻ ചേർത്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം വെള്ളം നന്നായിട്ട് ബോയിൽ ചെയ്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന്, നിങ്ങൾക്ക് എത്രയാണോ ഷുഗർ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ വെള്ളമാണ് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത്, ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരുപാട് ഷുഗർ നമുക്ക് ആവശ്യമില്ല. എത്ര ഷുഗറാണ് നമുക്ക് ആവശ്യം, നല്ല രീതിയിൽ കേക്കിന് മധുരം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമിന് നല്ല രീതിയിൽ ഒരുപാട് മധുരമാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കത് കോമ്പൻസേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ അത് ഒന്ന് ബോയിൽ ആയി വരുന്ന സമയത്ത് ഞാൻ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡറോട് ചേർത്ത് നന്നായിട്ട് ബോയിൽ ചെയ്തെടുത്ത് മാറ്റി വെച്ചാണ് എല്ലാ ലെയറിലും ഒഴിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് യൂഷ്വൽ ഡെക്കറേഷൻസ് ആണ് ഇവിടെ ചെയ്യുന്നത്, നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ ഒരു പൈപ്പിംഗ് ബാഗ് എനിക്കുണ്ട്. നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം. പക്ഷേ എൻ്റെ പൈപ്പിംഗ് ബാഗ് പ്ലാസ്റ്റിക് അല്ലാത്തതുകൊണ്ട് തന്നെ പിടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈവനായിട്ട് ഈ ഒരു വിപ്പിംഗ് ക്രീം ഓരോ ലെയറിലും ഞാൻ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിച്ചു. അതിനുശേഷം നമ്മളുടെ കോഫിയുടെ മിക്സ് വെള്ളം സിറപ്പ് ഒഴിച്ചു. അതിന് മുകളിലേക്ക് നമ്മൾ ഓരോ ലെയറിലും വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുകയാണ്. എൻ്റെ കയ്യിൽ ആ ഒരു ടൂളില്ല, ഇങ്ങനെ ഫ്ലാറ്റൻ ചെയ്യുന്ന ടൂളില്ലാത്തത് കൊണ്ട് ഈ ഒരു സ്പാച്ചുല ഉപയോഗിച്ചാണ് ഞാനത് ചെയ്യുന്നത്. അതുകൊണ്ട് പെർഫെക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് കുറവാണ്. കാരണം എത്ര ആണെന്ന് പറഞ്ഞാൽ ആ ടൂൾസൊക്കെ ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. എങ്കിലും പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ഞാനൊരു ജസ്റ്റ് ഒരു കാർഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലെ അൺഈവൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ തൂത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് സൈഡിൽ നല്ല രീതിയിൽ വിപ്പിംഗ് ക്രീം വെക്കണമായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്തില്ല. ഇതിനകത്ത് എക്സ്ട്രാ ആ കാർഡെല്ലാം അബ്സോർവ് ചെയ്തതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും ഞാൻ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ബാക്കി അഡ്ജസ്റ്റ് ചെയ്ത് ഡെക്കറേഷൻസ് ചെയ്യുകയാണ്. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഡെക്കറേഷനിൽ ഇല്ല എന്ന് എനിക്കറിയാം. എങ്കിലും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അതാണ് ഈ റെസിപ്പി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത്. ടൂൾസ് അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത് പെർഫെക്റ്റ് ആവാത്തതെന്ന് ഒന്നുകൂടെ പറയുകയാണ്. അതിന് സോറി ചോദിക്കുന്നു.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നിങ്ങൾക്ക് ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് നടുക്ക് ആ ഗനാഷ് ഒഴിച്ച് കൊടുക്കുക, സൈഡിലും ജസ്റ്റ് ഒന്ന് ഗനാഷ് ഒഴിച്ച് കൊടുക്കുകയാണ്. എൻ്റെ പൈപ്പിംഗ് ബാഗ് ഇത് ജസ്റ്റ് ക്ലോത്തിൻ്റെയാണ്, സോ അതിനകത്ത് പെർഫെക്റ്റ് ടെക്സ്ചർ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് സൈഡിലെല്ലാം ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിൽ ജസ്റ്റ് ഒരു ഫ്ലവർ വെച്ചിട്ടാണ് ഈ ഒരു ഗനാഷ് ഒഴിക്കാത്ത ഭാഗത്ത് മൊത്തം ഞാൻ ചെയ്യുന്നത്. ജസ്റ്റ് യൂഷ്വൽ രീതി എന്ന് പറഞ്ഞാൽ സൈഡിൽ കൂടെ ഡ്രിപ്പ് ചെയ്ത് ചോക്ലേറ്റ് ഗനാഷാണ്, ഞാനത് അവിടെ ചെയ്യുന്നില്ല. സൈഡിൽ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒരു നോസിൽ വെച്ചിട്ട് റാപ്പപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേങ്കിൽ വളരെ ഭംഗിയായുള്ളൊരു കേക്കാണ് എനിക്ക് അവസാനം കിട്ടിയത്. ആൻഡ് ടേസ്റ്റും കഴിച്ചത് എല്ലാവരും പറഞ്ഞു സൂപ്പർ ടേസ്റ്റാണ്, ഭയങ്കര സോഫ്റ്റാണ്. ആ ഒരു ഫ്ലേവർ ഭയങ്കരമായിട്ട് നല്ലതായിരുന്നു. വിപ്പിംഗ് ക്രീമും ആ ഒരു കോഫി ഭയങ്കര രസമുള്ള ഒരു കേക്ക് തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം. വളരെയധികം ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് ഫിൽ കേക്കാണ്. കാണാൻ ഏകദേശം ഇംപെർഫെക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കുക, പക്ഷേങ്കിൽ ദ ടേസ്റ്റ് ഈസ് സോ ഗുഡ്. നിങ്ങളത് ഉണ്ടാക്കിയെടുക്കുമ്പം നിങ്ങൾ കൃത്യമായി പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കും, അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. ഈ ഒരു ലെയറും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗിയും ചോക്ലേറ്റ് ഗനാഷ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 3 ലെയറും ഈസി ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും ഏകദേശം ഭംഗിയായ രീതിയിൽ നമുക്ക് ഇത് പെർഫെക്റ്റ് ആക്കി എടുക്കാവുന്നതാണ്. ആദ്യമായിട്ട് ബേക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഈസി ആയിട്ട്, അധികം ഒന്നും ടൂൾസ് ഇല്ലെങ്കിൽ തന്നെ ഇത് നല്ല രീതിയിൽ നമുക്ക് ബേക്ക് ചെയ്യാവുന്നതാണ്. സൂപ്പറായിട്ട് സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് കേക്ക് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ, നിങ്ങൾ ട്രൈ ചെയ്തോ എന്നെല്ലാം കമൻറ്റ് ബോക്സിൽ പറയുക. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. ബൈ. ടേക്ക്